പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് നന്നായി പോർഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്. നമുക്ക് തന്നിട്ടുള്ള ഈ പെയർ ഓഫ് സെറ്റ്സിൻ്റെ യൂണിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? രണ്ട് സെറ്റുകളിലും ചേർന്ന് വരുന്ന രണ്ട് സെറ്റുകളിലെയും എലമെൻസുകളെ മുഴുവനും ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് യൂണിയൻ വൈ. സെറ്റ് എക്സും സെറ്റും വൈയും തമ്മിലുള്ള യൂണിയൻ, രണ്ടിലെയും മൊത്തം എലമെൻസും കൂടെ ചേർന്ന് വരുന്നതാണ്. എന്തൊക്കെ വരും? കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതത്തില്ല കേട്ടോ. അപ്പോൾ രണ്ടിലും 1 ഉണ്ട്, പിന്നെന്താ 2 ഉണ്ട്, 3 രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാകും കേട്ടോ. പിന്നെന്താ ഉള്ളത്? 5. അപ്പോൾ 1 2 3 5 ആണ് എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത്. അതായത് എക്സിലെ എല്ലാ എലമെൻസും വേണം, വൈയിലെ എല്ലാ എലമെൻസും വേണം. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മളൊരു പ്രാവശ്യം മാത്രമേ എഴുതത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് എ യൂണിയൻ ബി. അപ്പോൾ ഇവിടെയും രണ്ടിടത്തും എ ഉണ്ട്. അപ്പോൾ നമ്മൾ എ എഴുതുന്നു. പിന്നെ ബി, സി, ഇ, ഐ, ഒ, യു. ഇതാണ് എ യൂണിയൻ ബി. എ രണ്ടിടത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യമേ എഴുതിയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എ, ഇ, ഐ, ഒ, യു, ബി, സി അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഓർഡറായിട്ട് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 3യുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെ വരെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെഴുതാം? 3, 6, 9, 12 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ബി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെക്കാട്ടിൽ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ. അപ്പോൾ 1 2 3 4 5 വരെ എഴുതാം. ഇനി ഇത് തമ്മിലുള്ള യൂണിയൻ എ യൂണിയൻ ബി എന്ത് വരും? 1 2 3 4 5 6 അല്ലേ, 9 12 ഇങ്ങനെ പോകും അല്ലേ, എ യൂണിയൻ ബി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 1 2 3 എഴുതിയിട്ട് ബാക്കി എക്സെട്ര ആയിട്ട് വെക്കരുത്. 1 2 3 4 5 വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൂ, 6 വരെ. പിന്നെന്താ പോകുന്നത്? 9 12 ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെഴുതാം? സെറ്റ് 1 2 3 4 5. 3 രണ്ടിടത്തുമുണ്ട്. അപ്പോൾ ബിയിലുള്ള എല്ലാ എലമെൻസും എഴുതി. എയിലും 3 വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യണ്ട. ബാക്കി 6 9 12 ഇനി വേണം 3 ഡോട്ട് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ എ യൂണിയൻ ബി എന്ത് കിട്ടി? 1 2 3 4 5 6 9 12 എക്സെട്ര. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പം എക്സ് എന്ന് പറയുന്നത് 1നെക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, 6ന് ഈക്വലുമാണ്, 6നെക്കാട്ടിൽ ലെസ്സുമാണ്, നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? 1നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 തൊട്ടേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. 1ന് ഈക്വൽ ആണ് എന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 3 4 5 6 എഴുതാം. എന്തുകൊണ്ടാണ്? 6ന് ഈക്വൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബി അപ്പോൾ എന്ത് വരും? നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അതായത് എക്സ് എന്ന് പറയുന്നത് 6നെക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, 10നെക്കാട്ടിൽ ലെസ്സുമാണ്. അപ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ എഴുതാം? 6നെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ 7 8 9. 10 എഴുതാൻ പറ്റത്തില്ല, 10നെക്കാട്ടിൽ ലെസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 8 9. ഇതിനകത്ത് എ യൂണിയൻ ബി എന്ത് വരും? അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കോമൺ ആയിട്ടൊന്നുമില്ല. ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ടിലെ മൊത്തം എലമെൻറ്റ്സ് എഴുതണം. 2 3 4 5 6 7 8 9. ഇതാണ് എ യൂണിയൻ ബി വരിക.
ഇനി അടുത്തത് A ഈസ് ഈക്വൽ ടു 1 2 3 B ഈസ് ഈക്വൽ ടു 5. അതായത് എയും ബിയും, അതായത് ഒരു സെറ്റും നൾ സെറ്റും തമ്മിലുള്ള യൂണിയൻ എന്ത് തന്നെ വരും? സെയിം സെറ്റ് തന്നെ വരും ഇല്ലേ? എ യൂണിയൻ ബി എന്ത് തന്നെ വരും? 1 2 3 നൾ സെറ്റും കൂടെ യൂണിയൻ എടുത്താൽ സെറ്റ് 1 2 3 തന്നെ വരും. അതായത് സെറ്റ് എ തന്നെ നമുക്ക് കിട്ടും അല്ലേ? ബി എന്ന് പറയുന്നത് നൾ സെറ്റാണ്. അപ്പോൾ എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി, ഈസ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി, വാട്ട് ഈസ് എ യൂണിയൻ ബി? അപ്പോൾ ഇവിടെ നമ്മളോട് എ ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും, എ ബി സെറ്റ് എ ബി ആണ്. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് ബിയിലുണ്ടോ എന്ന് നോക്കുക. സോറി, എയിലുള്ള എലമെൻ്റാണ് എ, അത് ബിയിലുണ്ട്. ബിയും എയിലുള്ള എലമെൻ്റാണ്, അത് ബിയിലുണ്ട്. എയും ബിയും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇത് സബ്സെറ്റാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? യെസ്, എ സബ്സെറ്റ് ബി എന്ന് നമുക്ക് പറയാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ത് വരും? എയുടെ എലമെൻസും ബിയുടെ എലമെൻസും കൂടെ ചേർത്ത് എഴുതുന്നതാണ്. അപ്പോൾ എയും ബിയും രണ്ടെടുത്തുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ സെറ്റ് എ ബി സി എന്ന് കിട്ടി. ഇതെന്തിന് ഈക്വലാണ്? ബിക്ക് ഈക്വലാണ്. അപ്പോൾ ഒരേപോലത്തത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം എഴുതിയാൽ മതിയാകും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? അപ്പോൾ മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു എ ബിയുടെ സബ്സെറ്റ് ആയിരുന്നു ഇല്ലേ? സബ്സെറ്റ് ആയിരുന്നപ്പോൾ എ യൂണിയൻ ബി എന്ത് വന്നു? ബി തന്നെ നമുക്കിവിടെ കിട്ടി. വളരെ സിമ്പിളാണ് അല്ലേ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എടുക്കുമ്പോൾ എന്തായിരിക്കും? രണ്ട് സെറ്റുകളും കൂടെ ചേർന്ന് വരും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ എഴുതത്തില്ല. അപ്പോൾ നമുക്ക് ബി ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ഈ എക്സാമ്പിളും കൂടെ എഴുതിയിട്ട് ഇത് എഴുതുക കേട്ടോ. എന്ന് വെച്ചാൽ അത് മനസ്സിലാകാൻ വേണ്ടി എ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇഷ്ടം നമ്പറാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എഴുതാം. 1 2, ബി ഈസ് ഈക്വൽ ടു 1 2 3. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സബ്സെറ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ സെറ്റുകളെ എടുക്കുക. ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1ഉം 2ഉം രണ്ടിടത്തും ഉണ്ട്, അതുകൊണ്ട് ഓരോ പ്രാവശ്യം എഴുതിയാൽ മതി. 1 2 3 ആണ് വരിക. 1 2 3 എന്ന് പറയുന്നത് എന്താ? ബി ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. If A is equal to 1 2 3 4, B is equal to 3 4 5 6, C is equal to 5 6 7 8, D is equal to 7 8 9 10, find A union B. അപ്പോൾ വളരെ സിമ്പിളാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിലെയും ബിയിലെയും എല്ലാ എലിമെൻസും കൂടെ ചേർത്ത് എഴുതുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ നിങ്ങൾ മാറ്റി നിർത്തുക. കോമൺ ആയിട്ടുള്ളത് 3ഉം 4ഉം ആണല്ലേ? അപ്പോൾ 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം. 3ഉം 4ഉം നമ്മൾ ഓൾറെഡി എഴുതി. ബാക്കിയുള്ളത് 5ഉം 6ഉം. ഇനി അടുത്തത് എ യൂണിയൻ സി. എ യൂണിയൻ സി എന്ന് പറയുമ്പം എയും സിയുമാണ് നമ്മൾ നോക്കുന്നത്. 1 2 3 4. എയിലുള്ളത് ആദ്യം എഴുതുന്നു. 1 2 3 4. സിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നോ നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ 5 6 7 8. അടുത്തത് ബി യൂണിയൻ സി. ഇനി ഇത് രണ്ടും കൂടെ. അപ്പോൾ എന്ത് വരും? ബിയിലുള്ളത് 3 4 5 6. സിയിലുള്ളത് 5 6 7 8. 5 6 ഓൾറെഡി നമ്മൾ എഴുതി, അതുകൊണ്ട് അത് വേണ്ട. ബാക്കി 7 8. അടുത്തത് ബി യൂണിയൻ ഡി. ബിയും ഡിയും കൂടെ. ബിയിലുള്ളത് എന്തൊക്കെയാണ്? 3 4 5 6. ഡിയിലുള്ളത് 7 8 9 10. ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ എ യൂണിയൻ ബി ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ സിയും കൂടെ മതി അല്ലേ? എ യൂണിയൻ ബി ഓൾറെഡി നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1 2 3 4 5 6. അതിൻ്റെ കൂടെ സിയും കൂടെ. അപ്പോൾ 5 6 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. സിയിലും 5 6 ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മതി. അപ്പോൾ എന്തൊക്കെ എഴുതാം? 1 2 3 4 5 6.
എ യൂണിയൻ ബി നമ്മൾ എഴുതി. ഇനി യൂണിയൻ സി. അപ്പോൾ എ യൂണിയൻ ബിക്കകത്ത് 5, 6 ഉണ്ട്. അതുകൊണ്ട് ഈ 5, 6 വിട്ടിട്ട് ബാക്കിയുള്ള 7ഉം 8ഉം കൂടെ എഴുതിയാൽ മതി. ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ ഡി. അപ്പോൾ എ യൂണിയൻ ബി ആദ്യം എഴുതുക. ഇവിടെ എന്താണ് എ യൂണിയൻ ബി? 1 തൊട്ട് 6 വരെ. 1, 2, 3, 4, 5, 6. ഇനി ഡി എന്താണ്? 7, 8, 9, 10. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് അതേപോലെ തന്നെ എഴുതുക. 7, 8, 9, 10. ഇനി അടുത്തത് ബി യൂണിയൻ സി യൂണിയൻ ഡി. അപ്പോൾ ബി യൂണിയൻ സി എന്താണ്? ബി യൂണിയൻ സി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3, 4, 5, 6, 7, 8. ഇനി ഡി എന്താണ്? ഡിയിൽ 7, 8, 9, 10 ആണ്. അപ്പോൾ 7, 8 ഓൾറെഡി നമ്മളിവിടെ എഴുതി. അതുകൊണ്ട് ബാക്കി 9ഉം 10ഉം കൂടെ മതി. ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ് എഴുതാനായിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.